ആവേശത്തിന്റെ കൊടിമുടിയിലെത്തിക്കുന്ന പുന്നമടക്കായൽ ഇതാ നിശ്ചലമായി കിടക്കുന്നു. കാറ്റില്ല, ഓളമില്ല, ഭൂകമ്പമില്ല. വഴിയിലെല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് ചെറുമീനുകൾ പോലും ഒന്ന് ഓടിമറിഞ്ഞുകൊണ്ട് ഈ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആരായിരിക്കും പണ്ഡിറ്റ്ജിയുടെ 1953 കയ്യൊപ്പ് ചേർത്തിയ ഈ വെള്ളിച്ചുണ്ടൻ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുന്നമട എന്ന സാമ്രാജ്യത്തിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്വർണ്ണ സിംഹാസനത്തിൽ തങ്കത്തേരിൽ എഴുന്നള്ളി ആ സ്വർണ്ണ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഇതാ വള്ളങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടറിന്റെ വിസിൽ പിടുങ്ങുന്നതിന് കൊടിയെന്ന് ഉയർന്നു താഴുന്നതിന് വേണ്ടി കാത്തു കിടക്കുകയാണ്. ആയിരങ്ങൾ, പതിനായിരങ്ങൾ അക്ഷമരായി, നിശബ്ദരായി, ആവേശഭരിതരായി പുന്നമടക്കായലിന്റെ ഇരുകരകളിലും ഒത്തുകൂടിയിരിക്കുകയാണ്. ഇനി ആർപ്പുവിളിയുടെ സമയമില്ല, ആരവങ്ങളുടെ സമയമില്ല. ആവേശത്തിന്റെ കൊടുങ്കാറ്റടിക്കാൻ ഏതാനും ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കളിച്ച കളികളിലെല്ലാം ആദ്യം തലവെച്ച് വരുന്ന കുട്ടനാടൻ ഭാഷയിൽ പറഞ്ഞാൽ തലവെച്ച് വരുന്ന വള്ളമാണ് നിരണം വള്ളം. ആ നിരണം വള്ളത്തിന്റെ വിജയത്വം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ കഴിഞ്ഞ 50 ദിവസങ്ങളായി നിരണങ്കാർ ആർപ്പ് വിളിച്ചു കൂട്ടുകയാണ്, ആരവങ്ങൾ മുഴക്കി കൂട്ടുകയാണ്. കാണികൾ നിറഞ്ഞു നിൽക്കുകയാണ്, ആർപ്പ് വിളിക്കുകയാണ്, ആരവം മുഴക്കുകയാണ്. എന്തേ വൈകുന്നത്? കൊടി താന്നു കഴിഞ്ഞിരിക്കുന്നു. 2025 പണ്ഡിറ്റ്ജിയുടെ കയ്യൊപ്പുള്ള വെള്ളിക്കപ്പ് ആര് നേടുമെന്നറിയുവാനുള്ള 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരം ആരംഭിച്ചു. മേൽപ്പാടവും നിരണവും നടുഭാഗവും മിയപുരവും തമ്മിലുള്ള മത്സരമല്ല, കടച്ചിലാണ്. കടച്ചിലെന്ന് പറഞ്ഞാൽ പാലാഴി കടഞ്ഞതുപോലെ, അമൃത് കടഞ്ഞതുപോലെ തുടകൊണ്ട് കടഞ്ഞെടുത്ത് ഈ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ നെഹ്റുവിന്റെ കപ്പ് ചേർത്ത് പിടിക്കാനുള്ള പുന്നമട കടഞ്ഞെടുത്തുകൊണ്ട് 4 ജലരാജാക്കന്മാർ മേൽപ്പാടമുണ്ട്, നിരണമുണ്ട്, നടുഭാഗമുണ്ട്, ഒപ്പം തന്നെ വീയപുരമുണ്ട്. കടച്ചിലെന്ന് പറയുവാൻ സാധിക്കില്ല, ഒരു യുദ്ധമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 4 വള്ളങ്ങൾ ഒരുപോലെ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 3-ലെ 4-ലെ വള്ളങ്ങൾ ലീഡ് നേടാൻ ശ്രമമാണ്. അതേ വ്യക്തമായി നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. 5 തുഴയുടെ ലീഡ് നടുഭാഗം, 5 തുഴയുടെ ലീഡിൽ നടുഭാഗം മുന്നിലേക്ക് കുതിക്കുന്നു. 3ാമത്തെ ട്രാക്കിലെ നടുഭാഗം മിസൈലുകൾ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രത്തിലേക്ക് പറന്നു പോയതുപോലെ, രാത്രിയിൽ പറന്നു പോയതുപോലെ 4 മിസൈലുകൾ പുന്നമടയുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ലക്ഷ്യമാക്കി കടന്നു പോവുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങളുടെ വേഷത്തിൽ എത്ര സുന്ദരമായ മത്സരങ്ങൾ ഭൂമി കുലുക്കുന്നുണ്ടോ, പുന്നമടയുടെ ഇരുകരകളിലും കുലുങ്ങിത്തെറിക്കുന്നുണ്ടോ. കായിക താരങ്ങളുടെ ആവേശത്തിന്റെ പോരാട്ടങ്ങൾ മിന്നല് പോലെ പോകുന്ന ജലചക്രവർത്തിമാരുടെ ആവേശം വാരി തരുമ്പോൾ പുന്നമടയുടെ ഇരുകരകളിലും ട്രംപറ്റൂതുന്നവർ, വീശി വിളിക്കുന്നവർ, ആയുധങ്ങൾ പോലെ ആർപ്പ് വിളിക്കുന്നവർ എത്ര സുന്ദരമായ അതിമനോഹരമായ മത്സരത്തിലൂടെയാണ് 71ാമത് ട്രോഫി കടന്നു പോകുന്നത്. ലീഡുകൾ മാറി മറിയുന്നു. 4 വള്ളങ്ങളും ഒരേപോലെ, മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയപുരവും ഒരേപോലെ. മേൽപ്പാടം മുൻപിലേക്ക് കൊതിക്കുന്നു. അതേ വില്ലേജ് ബോട്ട് ചൈനഗരിയുടെ വിയപുരം, അതേ വിയപുരം തന്നെ മുന്നിലേക്ക്. കഴിഞ്ഞ വർഷത്തെ കോട്ടമെല്ലാം തീർത്തുകൊണ്ട് വിയപുരം ഇതാ 4ാമത്തെ ട്രാക്കിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു തുഴക്കെങ്കിലും ഇപ്പോഴും ആ ലീഡ് നിലനിർത്താൻ നടുഭാഗം ശ്രമിക്കുന്നുണ്ടെങ്കിലും വിട്ടുകൊടുക്കാൻ സമ്മതിക്കാതെ മേൽപ്പാടം മുൻപിലേക്ക് കുതിച്ചിരിക്കുന്നു. വ്യക്തമായ ഒരു തുഴയുടെ ലീഡിലേക്ക് മേൽപ്പാടം നേടാൻ ശ്രമിക്കുന്നു. ഇല്ല, ഒരേപോലെ തന്നെ 4 വള്ളങ്ങളും. ഇതാണ് ഫൈനൽ, ഇതാണ് നമ്മൾ കാത്തിരുന്ന ഫൈനൽ, ഇതാണ് കുട്ടനാട് കാത്തിരുന്ന ഫൈനൽ, ഇതാണ് പുന്നമട കാത്തിരുന്ന ഫൈനൽ. ഇതായിരിക്കണം ഫൈനൽ. അല്ല, പറ്റുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ പുഞ്ചപ്പാടത്തെ പെണ്ണുങ്ങൾ ഈ വരമ്പിനോട് ചേരുമ്പോൾ തലമാട് കൊയ്തൊഴിക്കുന്ന ഒന്നുണ്ടായിരുന്നു. മറ്റ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഒരു കറ്റക്കോ ഒരരിപ്പിടിക്കോ ഒരരിനാറിനോ കൂടുതൽ നാടി നെല്ലെങ്കിലും കൂടുതലായി മറ്റുള്ളവരെക്കാൾ കൂടുതൽ പദം വാങ്ങണമെന്ന് പറഞ്ഞതുപോലെ ഒരു തുഴപ്പാടിന് ജയിക്കാൻ വേണ്ടി 4 പേരും കൊയ്തു കൂട്ടുകയാണ്. കുഞ്ഞോളങ്ങളുടെ തലയർത്ത് തള്ളിക്കൊണ്ട് 4 ജലരാജാക്കന്മാർ
യോദ്ധാക്കന്മാർ പുന്നമടയിൽ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് കടന്നു വരികയാണ്. മേൽപ്പാടമുണ്ട്, നിരണമുണ്ട്, നടുഭാഗമുണ്ട്, വിയപുരമുണ്ട്. ആരും പിന്നിലല്ല, ആരും മുന്നോട്ട് കുതിക്കുന്നില്ല. 4 പേരും തുല്യ ശക്തികളാകുമ്പോൾ ഇതാ 20 അമരക്കാർ ഈ പുന്നമടക്കായിൽ പായുന്ന പുലിയുടെ മുൻകാലുകൾ കൊണ്ട് ശത്രുവിനെ മുന്നോട്ട് വിളിക്കുമ്പോൾ പിൻകാല് കൊണ്ടുകൊണ്ട് തള്ളി നിൽക്കുന്ന പോലെ പങ്കായക്കാർ 5 പേർ കുത്തിയെറിഞ്ഞുകൊണ്ട് 20 പങ്കായക്കാരും 8 ഇടിത്താടങ്കാരും 340 കായിക താരങ്ങളും ഭൂമിയിൽ എന്നറിയുന്നറിയാതെ തുഴഞ്ഞു വരുന്ന ചുണ്ടൻ വള്ളങ്ങളിൽ ശക്തിയും ആവേശവും രക്തവും ആത്മാവും കൊടുത്ത് ജീവനെ കൊടുത്ത് പായിക്കുകയാണ്. ന്യൂസ് മലയാളത്തിൽ അടിപൊളി ഇടിതാളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 4 ജലരാജകുമാരൻ മേൽപ്പാടം, നിരണത്തിന്റെ രാജകുമാരൻ ഛത്രപതി നടുഭാഗവും വീരു എന്ന് വിളിക്കുന്ന വീയപുരവും അടിച്ചിട്ട് വരാൻ പറഞ്ഞ കൊന്നിട്ട് വരുന്ന വീരേന്ദ്ര സേവാഗിനെ പോലെ ആ വീരു കുതിക്കുകയാണോ മേൽപ്പാടം? ഇതാ ആധിപത്യം സ്ഥാപിച്ചോ? ഇല്ല, 4 പേരും ഒരുമിച്ച് ഇതാ മേൽപ്പാടം ഫിനിഷ് ചെയ്തിരിക്കുന്നു. ആരാണ് 71ാമത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആരാണ്? വീയപുരം അന്ത്യം കുറിച്ചുകൊണ്ട് പള്ളാത്തുർത്തിയുടെ തേരോട്ടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ വിജയത്തിന് മധുര പ്രതികാരം തീർത്തുകൊണ്ട് വീയപുരം 8 വർഷം നീണ്ടു നിന്ന പള്ളാത്തുരുത്തിയുടെ പുന്നമടയിലെ തേരോട്ടത്തിന് വില്ലേജ് ബോർഡ് കൈനകരി അടിയറവ് പറയിച്ചിരിക്കുന്നു. വീയപുരം വീയപുരം ആ 25ലെ നെഹ്റു ട്രോഫിയിൽ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ വ്യക്തമായ ഒരു വിജയം നേടിക്കൊണ്ട് വീയപുരം ചുണ്ടനിത വിജയിച്ചിരിക്കുന്നു. പള്ളാത്തുരുത്തിയുടെ 2018 തുടങ്ങിയ തേരോട്ടത്തിന് അവരുടെ തുടർച്ചയായിട്ടുള്ള 6ാം വർഷത്തിലെ ഡബിൾ ഹാട്രിക് എന്ന നേടാൻ സാധിച്ചില്ല. അലൻ ചേട്ടന്റെയും എയ്ഡൻ മോന്റെയും ഹാട്രിക് മോഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ചരിത്രത്തിലേക്ക് വന്നിരിക്കുന്നു. 2017 വിജയിപ്പിച്ച ഗബ്രിയേൽ ചുണ്ടനെ വിജയിപ്പിച്ച കുട്ടനാട് ബൈജു വീണ്ടും ഇതാ കഴിഞ്ഞത്തെ നഷ്ടപ്രതാപങ്ങളിൽ നിന്ന് വിജയത്തിന്റെ പ്രതാപത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മേൽപ്പാടം ചുണ്ടനിലൂടെ 2ാം സ്ഥാനം നേടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ കോടതിയിലെ വിധി ഇപ്പോഴും 25,000 രൂപ അടയ്ക്കണം. അത് ഞങ്ങൾക്ക് ഇന്നലെ ജാമ്യം കിട്ടിയതേ ഉള്ളൂ. ഞങ്ങൾ 60 പേർക്കൊരു കേസുണ്ട്. അപ്പൊ അവരെ കയറുന്നു പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ. ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് കോടതി കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ 35 വർഷം ട്രയലുമായിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സംഘടന എന്ന് വെച്ചാൽ കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ ഞങ്ങൾ പങ്കെടുത്തപ്പോഴേക്കും ഞങ്ങൾ പവലിൽ കയറി എന്ന് പറഞ്ഞതിന് 65 പേർക്കെതിരെ പോലീസുകാരുടെ കേസെടുത്തു. എന്റെ തൊഴിക്ക് ലാത്തിക്ക് എന്റെ തലയടിച്ച് പൊട്ടിച്ച് ചോരയായിട്ട് ആശുപത്രി എന്റെ മകൾ ഉൾപ്പെടെ വന്ന് കണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ കോടതി ഇന്നലെ ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. ഇന്ന് ഞങ്ങൾക്ക് മധുര പ്രതികാരമാണ്. ഞങ്ങൾ ജയിച്ചപ്പോൾ പറഞ്ഞ അങ്ങനെ അത്ഭുതങ്ങൾ നടന്നു ഈ വർഷത്തെ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ എന്ന് വേണം പറയാൻ. കാണികൾ അല്ലെങ്കിൽ കേരളത്തിലെ ജലോത്സവ പ്രേമികൾ കാത്തിരുന്ന പല അത്ഭുതങ്ങൾക്കും വഴിയൊരുക്കി. അതിലൊന്നാണ് നടുഭാഗം ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം എന്ന് വേണം പറയാൻ. ഞങ്ങൾ നേടിയെടുത്ത വിജയം പോരാടി നേടിയെടുത്ത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ സങ്കടപ്പെട്ട് കുനിഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ ഉള്ളിലൊരു കനലുണ്ടായിരുന്നു. അത് അഗ്നിയായി ഞങ്ങൾ ജ്വലിപ്പിച്ചു. ആ പോരാട്ടം ഞങ്ങൾ തുടർന്നു. 1 വർഷം ഞങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു. അത് പുന്നമടക്കായലിൻ്റെ കുഞ്ഞോളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഞങ്ങളുടെ വീവറും ഞണ്ടൊപ്പം വന്നപ്പം മനസ്സിലായി ആ അഗ്നിയെ ജ്വലിപ്പിച്ച ഊർജ്ജത്തിലാണ് ഞങ്ങൾ ചിറകിലേറി വന്നത്. അതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷമാണ്. നിഷേധിക്കപ്പെട്ടത് തിരിച്ചു പിടിച്ചു. ലോകത്തിന് മുമ്പ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ വർഷവും യഥാർത്ഥ വിജയികൾ ഞങ്ങളായിരുന്നു എന്ന്. ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശക്തരായി മത്സരിച്ച് ജയിക്കുന്നവർക്ക് കപ്പ് കൊടുക്കുക. അതാരാണെങ്കിലും